ഹായ് എവ്രിവൺ, HSA കെമിസ്ട്രി 2018 PYQ ഡിസ്കഷനാണ് ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 സെഷനായിട്ട് ഞാൻ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 50 to 75 ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഈ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2016 PYQ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം നമുക്കൊരു HSAയുടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കാം. HSAയുടെ പ്ലേലിസ്റ്റ് അത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ യുവർ ഒപ്പീനിയൻ ആയിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ വൈസ് ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേ ബി ക്വാണ്ടം കെമിസ്ട്രി ഒക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ടോപ്പിക്ക് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ട് തരാം. ഒരു 3 മന്ത്സോളം മിനിമം നമുക്കുണ്ട്. ആ 3 മന്ത്സിൽ മാക്സിമം വീഡിയോസ്, മാക്സിമം മൊഡ്യൂൾസ് കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് HSA കെമിസ്ട്രി നല്ല രീതിയിൽ കെമിസ്ട്രി പോർഷൻസ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ 2018 PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളെ, ആദ്യത്തെ ചോദ്യം, ഒരു ബ്ലാക്ക് ബോഡിയുടെ താപനില, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ സ്പെക്ട്രം കുറഞ്ഞ തരംഗ ദൈർഘ്യത്തിലേക്ക് മാറുന്നു, അതായത് വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് പറയുന്ന നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എല്ലാം നോക്കിക്കൊണ്ട് നമുക്കൊന്ന് പറയാം. കാരണം ഈ സ്റ്റീഫൻസ്, ഇതിൻ്റെ ആൻസർ എന്താണ്? വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ആണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കാം. സ്റ്റീഫൻ നിയമവും സ്റ്റീഫൻ ബോൾട്സ്മാൻ നിയമവും എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റീഫൻസ് ലോ അല്ലെങ്കിൽ എന്താണ്? സ്റ്റെഫാൻസ് ലോ അല്ലെങ്കിൽ സ്റ്റെഫാൻസ് ബോൾട്സ്മാൻ ലോ. നോക്കിക്കോളെ, ബോൾട്സ്മാൻ ലോ. അപ്പോൾ എന്താണ് ഈ കാര്യം? ഇത് പറയുന്നത്, സ്റ്റീഫൻസ് ലോ പറയുന്നത് ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന എനർജിയെ പറ്റിയാണ് പറയുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എനർജി ഈസ് ഈക്വൽ ടു സിഗ്മ ടി റേസ് ടു 4. എന്തായി പറയുന്നത്? ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ് നോക്കിയേ. ഒരു ഹോട്ടർ ഒബ്ജക്റ്റ്, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് ഹോട്ടർ ഒബ്ജക്ട്സ്, നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? യെസ്, ഹോട്ടർ ഒബ്ജക്ട്സ് emit higher radiation or larger radiation. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ടെമ്പറേച്ചർ നമ്മൾ ഡബിൾ ചെയ്യുകയാണെങ്കിൽ, എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി എത്രയായിരിക്കും? ഇവിടെ 16 ടൈംസ് ഇൻക്രീസ് ആകും. എന്തായിരിക്കും? 16 ടൈംസ് ഇൻക്രീസ് ആകും അല്ലേ? കാരണം എന്താണ്? 2⁴ ആണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 16 ടൈംസ് ആയിരിക്കും. ഇനി സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ എന്താ പറയുന്നത്? ഇവിടെ ഇതെന്താണ്? ഒരു പെർഫെക്റ്റ് ഐഡിയൽ ബ്ലാക്ക് ബോഡിക്കാണ് നമ്മൾ പറയുക. പെർഫെക്റ്റ് ഐഡിയൽ ബ്ലാക്ക് ബോഡി. ഓക്കെ, പക്ഷേ സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ ഇവിടെ റിയൽ ഒബ്ജക്റ്റിനും നമുക്ക് പറയാൻ പറ്റും. റിയൽ ഒബ്ജക്ട്സിന്. അപ്പോൾ നമുക്ക് പറയാം ഈസ് ഈക്വൽ ടു എപ്സിലോൺ സിഗ്മ ടി റേസ് ടു 4. ഈ എപ്സിലോൺ എന്തായിരിക്കും ഇവിടെ? ഇതിൻ്റെ വാല്യൂ വരുന്നത് 0 to 1 ആയിരിക്കും. ആൻഡ് 1 ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ്സ് എ പെർഫെക്റ്റ് ഐഡിയൽ ബ്ലാക്ക് ബോഡി. അപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, സ്റ്റെഫൻസ് ലോയും സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോയും. ഇനി എന്താണ് നമ്മുടെ, ആൻഡ് അഗെയിൻ പ്ലാങ്ക്സ് ലോ എന്താണ്? പ്ലാങ്ക്സ് ലോ പറയുന്നത് സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് ഇവർ പറയുന്നത്, പ്ലാങ്ക്സ് ലോ. പക്ഷേ വേവ് ലെങ്തിനെ പറ്റിയൊന്നും പ്ലാങ്ക്സ് ലോ പറയുന്നില്ല. അതുകൊണ്ട് ഈ ഓപ്ഷനും എന്താണ്? തെറ്റാണ്. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു ബി ബൈ ടി. എന്താണ് ബി? ബി ഒരു കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ എപ്പോഴും കെൽവിൻ സ്കെയിൽ എടുക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നോക്കിക്കോളെ, ഇവിടെ എന്താ പറയുന്നത്? ഈ ഇക്വേഷൻ എന്താ പറയുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ലാംഡ മാക്സ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, വീൻസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. ഇതാ വേവ് ലെങ്ത് ഉണ്ട്, ഇവിടെ ഇൻറ്റൻസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ദ വേവ് ലെങ്ത് അറ്റ് വിച്ച് ബ്ലാക്ക് ബോഡി എമിറ്റ് റേഡിയേഷൻ വിത്ത് മാക്സിമം ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ ഇത് 3500 ആണ്, ഇവിടെ എത്രയാണ്? 5500. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്ന വേവ് ലെങ്ത് ലാംഡ മാക്സ് നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ഇത്രയായിരുന്നു, ലാംഡ മാക്സ് ഇവിടത്തേക്ക് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. വേവ് ലെങ്ത് അറ്റ് വിച്ച് സ്പെക്ട്രൽ റേഡിയൻസ് ഓഫ് എ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ
at its maximum peak is inversely proportional to absolute temperature of the black body. അത് തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ, തരംഗദൈർഘ്യം. യെസ്, അപ്പോൾ ഏതായിരിക്കും? വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ക്വസ്റ്റ്യൻ നമ്പർ 50 ക്ലിയർ ആണല്ലോ, ഓപ്ഷൻ ഡി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 51, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ എച്ച് ആൽഫ ലൈനിന്റെ തരംഗദൈർഘ്യം. നോക്കണേ, ഈ എച്ച് ആൽഫ ലൈൻ, ബീറ്റ ലൈൻ, ഗാമ ലൈൻ എന്നൊക്കെ ആരുടേതാണ് പറയുന്നത്? യെസ്, ലൈമാൻ ആണോ, ബാമർ ആണോ? യെസ്, ബാമർ സീരീസിനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ബാമർ സീരീസ്. അപ്പോൾ ബാമർ സീരീസിലെ N1 വാല്യൂ നിങ്ങൾക്കൊക്കെ അറിയാം, എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ ബാമർ സീരീസ് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ബാമർ സീരീസ് അല്ലേ, 2. യെസ്, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ബാമർ സീരീസിൽ N1ൻ്റെ വാല്യൂ എപ്പോഴും എത്ര ആയിരിക്കും? 2. ഇനി ഇതെന്തായിരിക്കും? 3, 4, 5. ഫസ്റ്റ് ലൈനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽഫ ലൈൻ എന്ന് വിളിക്കുന്നത്. ഇനി 4 to 2 ആണെങ്കിലോ, ദാറ്റ് ഈസ് ബീറ്റ ലൈൻ. ആൻഡ് 5 to 2 ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഗാമ ലൈൻ. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. N1ൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇനി N2ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3. അപ്പോൾ 1/λ is equal to എന്തെഴുതാം? RZ² 1/N1² മൈനസ് 1/N2². ഓക്കെ, അപ്പോൾ ആറിൻ്റെ വാല്യൂ ഒന്നും പുട്ട് ചെയ്യേണ്ട, നമുക്ക് ഒരു സിംപ്ലി ഒരു ഷോർട്ട് കട്ട് വെച്ചിട്ട് നമുക്ക് പറഞ്ഞുതരാം. ആർ. ഇനി സെഡ് എത്രയാണ്? സെഡ് ഹൈഡ്രജൻ സ്പെക്ട്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇൻറ്റു 1² 1/2² മൈനസ് 1/3². ഓക്കെ, അപ്പോൾ ഞാൻ 1/λ കണ്ടുപിടിക്കുകയാണ്. ആറിൻ്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന്. ഇതെന്തായിരിക്കും? 9 - 4 എത്രയായിരിക്കും? 5/36. 5/36 എന്ന് വരും. ഇനി ലാംഡ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1/r 36/5 എന്ന് വരത്തില്ലേ? 36/5. ഇനി ഈ 1/rൻ്റെ വാല്യൂ എത്രയാണെന്നറിയോ? 912 ആങ്സ്ട്രോം ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എപ്പോഴും പ്രോബ്ലത്തിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മുടെ എപ്പോഴും ചോദിക്കുക എന്താണ്? വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്, നോട്ട് ദി 1/λ. അങ്ങനെയാണെങ്കിൽ 912 അല്ലേ, 1/rൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 912 ആങ്സ്ട്രോം. ആൻഡ് 36/5നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 7 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് വോട്ട്? യെസ്, 6384 ആങ്സ്ട്രോം എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഒക്കെ തന്നിരിക്കുന്നത് എന്താണ്? നാനോമീറ്ററിലാണ് നമ്മുടെ യൂണിറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ 6384 ആങ്സ്ട്രോമിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ 630.4 നാനോമീറ്റർ എന്ന് ഞാൻ എഴുതുകയാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. വാല്യൂ കുറച്ചുകൂടെ കൂടുതലായിരിക്കും, കാരണം 36/7 എന്തായാലും ഗ്രേറ്റർ ദാൻ 7 ആണ്. ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുകയാണ് 7 ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, 650 നാനോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക, 1/rൻ്റെ വാല്യൂ എത്രയാണ്? 912 ആങ്സ്ട്രോം. ഓക്കെ, അടുത്ത ചോദ്യം, ആൽഫ ബീറ്റ ഗാമ കിരണങ്ങളുടെ അയോണൈസിങ് പവറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അയോണൈസിങ് പവറും പെനിട്രേഷൻ പവറും. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക, അയോണൈസിങ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പെനിട്രേഷൻ പവർ. അപ്പോൾ ഇവിടെ ആൽഫ ബീറ്റ ന്യൂട്രോണിനെ ഒഴിവാക്കിക്കോളൂ, ഗാമ റേസിൻ്റെ പെനിട്രേഷൻ പവർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൽഫ റേഡിയേഷൻ നോക്കിയാൽ നിങ്ങൾ പേപ്പറിനെ പോലും എന്ത് ചെയ്യുന്നില്ല? പെനിട്രേറ്റ് ചെയ്യുന്നില്ല. അതേസമയം ഗാമ നോക്കിയേ, ലെഡിനെ വരെ പെനിട്രേറ്റ് ചെയ്യുന്നു. ഒരു ബ്ലോക്ക് ഓഫ് ലെഡിനെ വരെ പെനിട്രേറ്റ് ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ പെനിട്രേഷൻ പവർ കൂടുതലാണെങ്കിൽ അയണൈസിങ് പവർ എന്തായിരിക്കും? കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെനിട്രേഷൻ പവർ കുറയുന്നത്? നോക്കൂ, ആൽഫ റേസിനെ പറ്റി പറയുകയാണെങ്കിൽ, ആൽഫ റേസ് എന്താണ്? ആൽഫ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ് അല്ലേ, He2+ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാകും? 2 പ്രോട്ടോണും ഉണ്ടാകും, അതേപോലെ 2 ന്യൂട്രോണും. അപ്പം മാസ് എന്തായിരിക്കും? മാസ് ഇസ് ഈക്വൽ ടു 4u എന്ന് എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. അതേപോലെ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കും? +2. ഇനി ഇതേ സമയം നമ്മൾ ഗാമ റേസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഗാമ റേസിൻ്റെ മാസ് എന്താണ്? 0 ആണ് അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ഗാമ റേസ് ഒക്കെ. ഓക്കെ, ആൻഡ് ചാർജ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് ചാർജ് ലെസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ, ആൽഫ പാർട്ടിക്കിൾസിന് ഗാമ റേസിനേക്കാൾ മാസ് കൂടുതലാണ്, അതായത് ഗ്രേറ്റർ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? യെസ്, ദേ കൊളൈഡ് വിത്ത് ദി ആറ്റംസ്.
നോക്കിയേ എന്തായി പറയുന്നതെന്ന്. ഇതാ ഈ ആൽഫ പാർട്ടിക്കിൾ ഇവിടെയുള്ള ആറ്റവുമായിട്ട് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ആറ്റത്തിനെ അവരെന്ത് ചെയ്യും, അയോണൈസ് ചെയ്യപ്പെടും. ഓക്കെ, അതുകൊണ്ടാണ് ആരുടേത്, ആൽഫ പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ആൽഫ റേസിൻ്റെ അയോണൈസിങ് പവർ എന്താവുന്നത്, ഗ്രേറ്റർ ആവുന്നത്, അയോണൈസിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നത്. അതേസമയം ഗാമ റേസ് എന്ത് ചെയ്യത്തില്ല, മാസും ചാർജൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യത്തില്ല, ഇൻറ്ററാക്ട് ചെയ്യത്തില്ല. ഡു നോട്ട് ഇൻറ്ററാക്ട് വിത്ത് ദി ആറ്റംസ്. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും, ഇവരുടെ പെനിട്രേറ്റിംഗ് പവർ കൂടുതലായിരിക്കും. പെനിട്രേറ്റിംഗ് പവർ എന്തായിരിക്കും, ഹയർ ആയിരിക്കും. യെസ്, അങ്ങനെ ഹയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അയോണൈസേഷൻ എന്തായിരിക്കും, ഇവിടെ കുറവായിരിക്കും. ഇനി ബീറ്റ റേസിനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആണല്ലേ, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ, പോസിട്രോൺസ് ആയിരിക്കും അല്ലേ. ബീറ്റ പ്ലസ് എന്നൊക്കെ നമ്മൾ എഴുതും. ഇവരുടെ അയോണൈസിങ് പവർ എന്തായിരിക്കും, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അയോണൈസിങ് പവർ മോഡറേറ്റ് ആയിരിക്കും, മോഡറേറ്റ് ബിറ്റ്വീൻ ആൽഫ ആൻഡ് ഗാമ റേസ്. അയോണൈസിങ് പവർ അല്ലെങ്കിൽ പെനിട്രേറ്റിംഗ് പവർ. അപ്പോൾ നോക്കിക്കോളെ, നമ്മൾ എന്താ ഇത്ര നേരം പറഞ്ഞിരിക്കുന്നത്, പെനിട്രേഷൻ പവർ ആർക്കാണ് കൂടുതൽ, അതിൻ്റെ ഓർഡർ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആർക്കാണ് പെനിട്രേഷൻ പവർ കൂടുതൽ, ഗാമ റേസിനാണ്. ദെൻ കംസ് ബീറ്റ ആൻഡ് ദെൻ കംസ് വോട്ട്, ആൽഫ. അങ്ങനെയാണെങ്കിൽ അയോണൈസിങ് പവർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അയണൈസിങ് പവറിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ ഗ്രേറ്റർ ദാൻ ഗാമ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും ഇവിടെ, ഓപ്ഷൻ എ ആയിരിക്കും. ഈ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 53rd ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഉണ്ടാകുന്ന ഫിഷനബിൾ ന്യൂക്ലിയസ്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ന്യൂക്ലിയർ ഫിസിക്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഏതാണ്, പ്ലൂട്ടോണിയം 239. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അടുത്തത് 54, ഗാമ കിരണത്തിൻ്റെ ലെപ്റ്റോൺ നമ്പർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി എന്താണ് ഈ ലെപ്റ്റോൺ നമ്പർ എന്ന് പറഞ്ഞാൽ, ലെപ്റ്റോൺ നമ്പർ ഇതൊരു ക്വാണ്ടം നമ്പറാണ്. ക്വാണ്ടം നമ്പർ അസൈൻ ടു വോട്ട്, ക്വാണ്ടം നമ്പർ അസൈൻ ടു ലെപ്റ്റോൺസ്. എന്താണ് ഈ ലെപ്റ്റോൺസ്? ലെപ്റ്റോൺസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലെപ്റ്റോൺസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ്, മ്യൂോൺസ് ഉണ്ടാകും, പിന്നെ ന്യൂട്രിനോസ് ഉണ്ടാകും അല്ലേ. ന്യൂട്രിനോസ്. ഇതിൻ്റെ ലെപ്റ്റോണിൻ്റെ ക്വാണ്ടം നമ്പർ എത്രയാണ്? ഇവരുടെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് +1 ആയിരിക്കും. ഇനി ആൻറ്റി ലെപ്റ്റോൺസ് ആണെങ്കിലോ, ആൻറ്റി ലെപ്റ്റോൺസ് എന്തൊക്കെയായിരിക്കും? പോസിട്രോൺ, ആൻറ്റി മ്യൂോൺസും, അതേപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അല്ലേ, ആൻറ്റി മ്യൂോൺസും ആൻറ്റി ന്യൂട്രിനോസും. ഇവരുടെ ലെപ്റ്റോൺ നമ്പർ എത്രയായിരിക്കും? -1 ആയിരിക്കും. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? പക്ഷേ ഗാമ കിരണത്തിൻ്റെ ലെപ്റ്റോൺ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളെ മക്കളെ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതേപോലെ തന്നെ ഫോട്ടോൺസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റേഡിയേഷൻസ് ആണല്ലേ. ഗാമ റേസ് ഒക്കെ നമുക്ക് പറയാം. ഇവരുടെ ലെപ്റ്റോൺ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇവർ ലെപ്റ്റോണേ അല്ല. ഓക്കെ, ഇവരെന്തല്ല, ഇവർ നമുക്ക് ലെപ്റ്റോൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഐഡൻറ്റിറ്റിയാണ്. ലെപ്റ്റോൺ ആണെങ്കിൽ +1, ആൻറ്റി ലെപ്റ്റോൺ ആണെങ്കിൽ -1. അപ്പോൾ എന്താണ്, ഗാമ റേസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലെപ്റ്റോൺസ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ലെപ്റ്റോൺ നമ്പർ എത്രയായിരിക്കും? B0. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 55, സൂപ്പർ കണ്ടക്ടേഴ്സ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ടത്, സൂപ്പർ കണ്ടക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മീസ്നർ എഫക്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മീസ്നർ എഫക്റ്റ് എന്താണ്? മീസ്നർ എഫക്റ്റ് യൂട്യൂബിൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ നിങ്ങൾ ഒരു മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ മാഗ്നറ്റ് താനെ ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് മനസ്സിലാവും, കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് നമ്മളൊരു സൂപ്പർ കണ്ടക്ടർ എടുക്കുക, എന്നിട്ട് വെൻ കൂൾഡ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ they expel സൂപ്പർ കണ്ടക്ടർ they expel magnetic field from interior.
ഇൻറ്റീരിയർ. മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യും? എക്സ്പെൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ എന്തായിരിക്കും? മാഗ്നറ്റ് ഇവിടെ ഒരു വെക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? റിപ്പൽഷൻ വരും. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? മീസ്നർ എഫക്റ്റ്. ഇനി ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും ഇവിടെ? ഇവർ ദേ ഓഫേഴ്സ് നോ റെസിസ്റ്റൻസ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഡയാമാഗ്നറ്റിക് ഓപ്ഷൻ എ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 56. ഒരു ബോഡി സെൻറ്റർ ക്യൂബിക് ലാറ്റിസിൻ്റെ കോർഡിനേഷൻ നമ്പർ എങ്ങനെയാണ് നമ്മൾ പറയുക? സിംപ്ലി നമ്മളൊരു ക്യൂബ് വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കോളെ, ദിസ് ഇസ് എ ക്യൂബ്. സിംപ്ലി ഒരു ക്യൂബ് വരയ്ക്കുക. ഓക്കെ, യെസ്. ഇവിടെ ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു ആറ്റം ഉണ്ടാവും. നമുക്ക് എത്ര കോർണർ ഉണ്ട്? ഒരു ക്യൂബിൽ 8 കോർണേഴ്സ് ഉണ്ട് അല്ലേ? യെസ്, ഐ ഷുഡ് ഹാവ് ഡ്രോൺ വിത്ത് അനദർ കളർ. ഓക്കെ, ദാ 1 2 3 4 5 6 7 ആൻഡ് ദെൻ വോട്ട് 8. ഓക്കെ, അപ്പോൾ ഈ ബോഡി സെൻറ്ററിലുള്ള ആറ്റം 8 കോർണറിലുള്ള ആറ്റവുമായിട്ടും എന്തുണ്ടാവും? ടച്ച് ചെയ്തിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ നോക്കിക്കോളെ, ബോഡി സെൻറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ബോഡി സെൻറ്ററിലും ഉണ്ടാവും, അതേപോലെ കോർണറിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ബോഡി സെൻറ്ററിലുള്ള ആറ്റം എത്ര കോർണറുള്ള ആറ്റം ഉണ്ട്? 8 കോർണറുള്ള ആറ്റവുമായിട്ടും ടച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുക. സോ സ്വാഭാവികമായിട്ടും കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും ഇവിടെ? 8 ആയിരിക്കും. ഇതേപോലെ സിമ്പിൾ ക്യൂബിൻ്റെ അതും നിങ്ങൾക്ക് അറിയണം. സിമ്പിൾ ക്യൂബ് എത്രയാണ്? 6 ആണ്. ഫേസ് സെൻറ്റേർഡും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും എത്രയാണ്? 12 ആണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കിക്കോളെ, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ പ്രിൻസിപ്പൽ പ്ലെയിനുകൾ തമ്മിലുള്ള അകലം 2.82 ആങ്സ്ട്രോം ആണ്. 30 ഡിഗ്രി ഗ്ലാൻസിങ് ആംഗിളിൽ ഫസ്റ്റ് ഓർഡർ ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ. അപ്പോൾ എന്താണല്ലോ? n lambda is equal to 2d sin theta. യെസ്, 2d sin theta. ബ്രാഗ്സ് ലോ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ n എത്രയായിരിക്കും? 1 ആയിരിക്കും. ലാംഡയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. എക്സ്റേയുടെ തരംഗ ദൈർഘ്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാ 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ് 2.82. യെസ്. ഇനി സൈൻ തീറ്റ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 30 ഡിഗ്രി. യെസ്, സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2. സോ ലാംഡ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2.82 ഇൻറ്റു 1/2. എന്ത് വരും? 2.82 ആങ്സ്ട്രോം എന്ന് വരും. സോ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ക്യൂബ് ലാറ്റിസിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി, പാക്കിംഗ് ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. പാക്കിംഗ് ഫ്രാക്ഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? യെസ്, ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വോളിയം occupied by atoms in a unit cell, atoms in unit cell divided by what? Divided by volume of unit cell. Divided by volume of unit cell. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്യൂബിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. എത്രയായിരിക്കും? 52.4% ആയിരിക്കും. BCC എത്രയായിരിക്കും ഇവിടെ? 68% ആയിരിക്കും. FCC 74% ആയിരിക്കും. ഏറ്റവും കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി. അതേപോലെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും എത്രയായിരിക്കും? 74% തന്നെയായിരിക്കും. അപ്പോൾ സോ നമ്മുടെ പോയിന്റിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കും? 0.52 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മേ ബി ചോദ്യം ഇതൊക്കെ ചോദിച്ചേക്കാം. നെക്സ്റ്റ് വൺ. ഇനി 50 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ കൂടി കടന്നു പോകുന്ന ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡി ബ്രോയ് ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എങ്ങനെയാണ്? ലാംഡ ഇസ് ഈക്വൽ ടു h/p. പക്ഷേ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 50 വോൾട്ടിൻ്റെ കാര്യത്തിലാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെയൊക്കെ എഴുതായിരുന്നു അല്ലേ? കൈനറ്റിക് എനർജിയുടെ ടേമിലാണെങ്കിൽ √2kme എന്നൊക്കെ എഴുതാമായിരുന്നു. ഇനി വോൾട്ടിൻ്റെ കേസ് ആകുമ്പോഴോ ഇവിടെ h/√2mqv എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കിക്കോളെ, ഇവിടെ എന്താണ്? ആങ്സ്ട്രോമിലാണ് കൊടുത്തിരിക്കുന്നത്. ആംസ്ട്രോങ്ങിൽ കണ്ടുപിടിക്കണമെങ്കിൽ, ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് മാസ് ഓഫ് ഇലക്ട്രോണും പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഒക്കെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 12.27/√v എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യം നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇലക്ട്രോണിൻ്റെ ചാർജ്
അല്ലേ? ചാർജ് ക്യൂ, പിന്നെന്താണ് മാസ് ഓഫ് ഇലക്ട്രോൺ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ്. ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ ഇവിടെ എന്തായിരിക്കും 12.27 എന്ന് നമുക്ക് കിട്ടും. ബൈ പൊട്ടൻഷ്യലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 50 ആണ്. അങ്ങനെയാകുമ്പോൾ 12.27 ബൈ എന്ത് വരും? √50. ഓക്കെ, √49 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 7 ആയിരിക്കും അല്ലേ? അപ്പോൾ 7നേക്കാളും ചെറിയൊരു വാല്യൂ എല്ലാം കൂടെ നമുക്ക് എന്ത് വരും? യെസ്, 1.732 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, എന്ത് വരും? യെസ്, കാരണം ഇത് 7 ആണെങ്കിൽ 14 ആണെങ്കിൽ എന്തായിരിക്കും? 14/7 എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ 14 അല്ല 12 ആണ്. അതായത് 2നേക്കാളും കുറച്ച് ചെറുതായിട്ടുള്ള ഒരു വാല്യൂ, അതായത് 1.732. ഓപ്ഷൻ എന്തായിരിക്കും? ബി. അപ്രോക്സിമേറ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ ഫുള്ളായിട്ട് കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ഷ്രോഡിഞ്ചർ സമവാക്യം ഉപയോഗിച്ച് പാർട്ടിക്കിൾ ഇൻ ബോക്സിൻ്റെ എനർജിയുടെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡെറിവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് നോക്കൂ. അതിൻ്റെ എനർജി വരുന്നത് മക്കളെ ഈസ് ഈക്വൽ ടു n²h² 8ml² ആണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ആലോചിച്ച് വെക്കണം, എപ്പോഴും ചോദിക്കുന്നത് കാര്യങ്ങളാണ്. ഓക്കെ, ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 61. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളെ, ഹീമോഗ്ലോബിനിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് ഉള്ളത്. 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിൽ തന്നെ 2 ആൽഫയും 2 ബീറ്റ ചെയിൻസുമാണ് ഉള്ളത്. ഓക്കെ, 2 ആൽഫയും 2 ബീറ്റ ചെയിനും. ഇനി ഈച്ച് ആൽഫ ചെയിൻ എന്തായിരിക്കും? 141 അമിനോ ആസിഡ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈച്ച് ബീറ്റ ചെയിനാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും? 146 അമിനോ ആസിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ 141 ആണെങ്കിൽ 141 രണ്ടെണ്ണമാണുള്ളത് അല്ലേ? 141 × 2 എത്ര വരും? യെസ്, ദാറ്റ് വിൽ ബി 282 വരും അല്ലേ? ഇനി ബീറ്റ ചെയിനിൽ ആണെങ്കിൽ 146 × 2 വരും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 292 എന്നുള്ള രീതിയിൽ വരും. ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ദാറ്റ് വിൽ ബി 574 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ? ദിസ് വിൽ ബി 574. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ മിക്കവാറും സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ടാവുക ഹെൻറി ബെക്കറലും മേരി ക്യൂറിയാണ്. ആൻസർ വരുന്നത് ഹെൻറി ബെക്കറലാണ് കേട്ടോ. യെസ്, നാച്ചുറൽ ക്ലിയർ ആയിരിക്കണേ. നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്യുന്നത് ആരാണ്? യെസ്, റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്യുന്നത് ഹെൻറി ബെക്കറലാണ്. ഹെൻറി ബെക്കറൽ. ഓക്കെ, ഇതിനെ ഡെവലപ്പ് ചെയ്തത് ആരാണ്? യെസ്, മാഡം മേരി ക്യൂറിയാണ്. മേരി ക്യൂറി. യെസ്. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തതും ആരാണ്? യെസ്, മാഡം ക്യൂറി തന്നെയാണ്. ടേം എന്ത്? യെസ്, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തതും മേരി ക്യൂറി തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2 പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആർക്ക്? യെസ്, മാഡം ക്യൂറിക്ക്. മാഡം കണ്ടുപിടിച്ച 2 റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ് പൊളോണിയവും അതേപോലെ റേഡിയവും. പൊളോണിയവും റേഡിയവും രണ്ടും റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് തന്നെയാണ്. ഓക്കെ, 62B. നൗ ക്വസ്റ്റ്യൻ നമ്പർ 63. തീപ്പട്ടിയുടെ ക്രിസ്റ്റൽ ഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിസ്റ്റൽ ഘടന എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് യൂട്യൂബിൽ ഒരു വീഡിയോ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാം. ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഒരു ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് ഞാനിത് പഠിപ്പിച്ചിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരിക്കലും മറന്നു പോകത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത്, ഇത് നമ്മുടെ ഹൈറ്റ് അല്ലേ? ABC. അപ്പോൾ A ≠ B ≠ C ആണ്. അതേപോലെ തന്നെ ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ എല്ലാ ആംഗിളും എന്താണ്? 90 ഡിഗ്രി ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഇതാ ഓർത്തോറോംബിക് ആയിരിക്കും. ആൽഫ ബീറ്റ ഗാമ = 90 ഡിഗ്രി. A ≠ B ≠ C. എഡ്ജ് ലെങ്ത് എല്ലാം എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓപ്ഷൻ എന്ത് വരും? ഓർത്തോറോംബിക് എന്ന് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 64. താഴെ പറയുന്നതിൽ ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാർബൺ ഉണ്ടാകണം ഓഫ് കോഴ്സ്. പിന്നെ എന്തുണ്ടാവും? കാർബൺ അല്ലാതെ വേറൊരു ആറ്റം കൂടെ നമുക്ക് വേണ്ട വരും. ഡിഫറെൻറ്റ് ആറ്റം പ്രസൻ്റ് ആയിരിക്കണം. ബെൻസീനിൽ ആര് മാത്രമേ ഉള്ളൂ? കാർബൺ മാത്രമേ ഉള്ളൂ. ഓഫ് കോഴ്സ് ഹൈഡ്രജൻ എന്തായാലും അവിടെ ഉണ്ടാവും.
ഇനി നാഫ്തലീൻ എന്ന് പറഞ്ഞാലോ, നാഫ്തലീനും ഹെട്രോസൈക്ലിക് അല്ല. ഇനി പൈറോലിഡീൻ. എന്താണ് പൈറോലിഡീൻ? യെസ്, ഇതിനെയാണ് മക്കളെ പൈറോലിഡീൻ എന്ന് വിളിക്കുക. ഇങ്ങനെയാണെങ്കിലോ ഇതിൻ്റെ പേരെന്താ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൈറോൾ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് കോൾഡ് വാട്ട്? പൈറോൾ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? പൈറോലിഡീൻ എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് ഇത് അരോമാറ്റിക് ആണോ? അല്ല, അല്ലേ? കാരണം എന്താ? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഒക്കെ ഉണ്ട്, പ്ലാനാരിറ്റി ഇല്ല. ഇനി എന്താണ് പിരിഡീൻ? പിരിഡീൻ്റെ സ്ട്രക്ചർ എന്താണ്? യെസ്, ദിസ് ഇസ് ആക്ച്വലി പിരിഡീൻ. ഓക്കെ, sp2 ആണ്. ദിസ് ഇസ് അരോമാറ്റിക് ആൻഡ് വോട്ട്? ഹെട്രോസൈക്ലിക്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ഇവിടെ? ഓപ്ഷൻ ഡി, പിരിഡീൻ. ക്വസ്റ്റ്യൻ നമ്പർ 65. താഴെ പറയുന്നതിൽ ഏത് സംയുക്തത്തിനാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് സാധ്യമാവുന്നത് എന്നാണ്? യെസ്, ഏതായിരിക്കും? സിംപ്ലി നമുക്ക് പറയാം ഓർത്തോ നൈട്രോഫിനോൾ ആയിരിക്കും, അല്ലേ? യെസ്, ദാറ്റ് ഈസ് OH ഇവിടെ ഉണ്ടാകും. ആൻഡ് വി ഹാവ് വോട്ട്? യെസ്, N. യെസ്, ഇവിടെ എന്തുണ്ടാവും? യെസ്, നമുക്ക് യെസ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ എന്ത് വേണം? ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വേണം. ക്ലോസ് പ്രോക്സിമിറ്റി, അതായത് അടുത്ത് വേണം, എന്നാലേ ഇൻട്രാമോളിക്കുലാർ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റൂ. ഇനി പാരാനൈട്രോഫിനോളിലാണെങ്കിലോ? ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പാരാനൈട്രോഫിനോളിലാണെങ്കിൽ യെസ്, ദാറ്റ് വിൽ ബി എന്തായിരിക്കും ഇവിടെ? യെസ്, ഇവിടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇവിടെ എന്താണ്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇനി ഇവരെന്തായിരിക്കും? ബിക്കോസ് ഓഫ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഇവർ കുറച്ചുകൂടെ വോളട്ടൈൽ ആയിരിക്കും. ദിസ് ഈസ് വോളട്ടൈൽ. അതുകൊണ്ട് തന്നെ സ്റ്റീം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട്, സ്റ്റീം ഡിസ്റ്റിലേഷൻ കൊണ്ട് ഇവരെന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓർത്തോനൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ വോട്ട്? യെസ്, സെപ്പറേറ്റഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഓക്കെ, 65A. Now, question number 65. ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ്. ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി കമ്പോണന്റ് എന്താണ് ഗ്ലാസ്സിലെ? ഇസ് വോട്ട്? SiO2, സിലിക്കയാണ്, അല്ലേ? യെസ്. അപ്പോൾ സ്വതവേ H2SO4ഉം HNO3 ഒന്നും എന്ത് ചെയ്യത്തില്ല? ഈ സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. പക്ഷേ HF എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. എങ്ങനെ റിയാക്ട് ചെയ്യും നോക്കിക്കോളെ. SiO2 റിയാക്ടിങ് വിത്ത് 6HF എന്ത് വരും ഇവിടെ? 2H2Oയും വരും. അതേപോലെ തന്നെ H2SiF6 എന്നുള്ള രീതിയിലും നമുക്ക് വരും. നോക്കിയാൽ നിങ്ങൾ ബാലൻസ്ഡ് ഇക്വേഷൻ 6 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഇവിടെ 4, 2 SiF6. ഓക്കെ, അപ്പോൾ ആര് റിയാക്ട് ചെയ്യും? HF റിയാക്ട് ചെയ്യും. ലയിപ്പിക്കുന്ന ആസിഡ് എന്താണ്? യെസ്, HF ആണ്. നെക്സ്റ്റ് വൺ, ക്ലോറോഫോം സിൽവർ പൗഡറുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്താണ്? ക്ലോറോഫോം CHCl3 ആണ്, അല്ലേ? യെസ്, നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? സിൽവറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് വോട്ട്? 6AgCl. നോക്കിയേ, 6 Agയും 6 Cl. ഓക്കെ, ബാക്കി എന്തൊക്കെയുള്ള മക്കളെ? നോക്കിയേ, ഇവിടെ 2 കാർബണുണ്ട്, 2 ഹൈഡ്രജനുണ്ട്. അങ്ങനെയാണെങ്കിൽ CH ട്രിപ്പിൾ ബോണ്ട് CH, 2 കാർബൺ 2 ഹൈഡ്രജൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസെറ്റിലീൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അസെറ്റിലീൻ. ഓക്കെ, ഇനി കുട്ടിയൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് CH2 ഡബിൾ ബോണ്ട് CH2 എന്താണ്? യെസ്, ദിസ് ഇസ് കോൾഡ് വോട്ട്? എത്തിലീൻ. ദിസ് ഇസ് കോൾഡ് എത്തിലീൻ. ഓപ്ഷൻ ഡി. പക്ഷേ കറക്റ്റ് ആൻസർ എന്താണ്? അസെറ്റിലീൻ ആണ് കേട്ടോ. 67A. നെക്സ്റ്റ് വൺ, ഒരു SN1 റിയാക്ഷൻ നോക്കൂ. SN1നെ പറ്റിയും SN2നെ പറ്റിയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് എന്തായാലും നിങ്ങൾ കാണുക. എല്ലാ PSC എക്സാമിലും 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് എല്ലാ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി ഒരു SN1 പറഞ്ഞിട്ടുണ്ട്, റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷൻ, ഗാഢത ഇരട്ടിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക്. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ, എടാ ഫസ്റ്റ് ഇതാ യൂണിമോളിക്കുലാർ റിയാക്ഷൻ ആണല്ലേ? യൂണിമോളിക്കുലാർ റിയാക്ഷൻ ആണ്. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? യെസ്, നിങ്ങളുടെ റിയാക്റ്റൻറ്റ് ആൽക്കൈൽ ഹാലൈഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നമ്മുടെ ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷൻ
ഇൻക്രീസ് ചെയ്താലും റേറ്റ് ഓഫ് റിയാക്ഷനിൽ യാതൊരു മാറ്റവും വരത്തില്ല. അപ്പോൾ എന്തായിരിക്കും? മാറ്റം സംഭവിക്കത്തില്ല. ഇനി ഇതേ ക്വസ്റ്റ്യൻ SN2 ആണ് ചോദിക്കുന്നതെങ്കിലോ, SN2 ബൈമോളിക്കുലാർ റിയാക്ഷൻ ആണ് അല്ലേ, 2 ബൈമോളിക്കുലാർ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു വോട്ട്? ആൽക്കൈൽ ഹാലൈഡും ഉണ്ടാകും, അതേപോലെ തന്നെ ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ഇതിൻ്റെ പവർ എത്രയാണ്? 1. ഇത് 2 ടൈംസ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷനും എന്ത് ചെയ്യും? 2 ടൈംസ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ ചോദിച്ചത് SN1 ആണ്. അപ്പോൾ എന്തായിരിക്കും? മാറ്റം സംഭവിക്കത്തില്ല. നൗ ക്വസ്റ്റ്യൻ നമ്പർ 69. റെസൊല്യൂഷൻ നടത്താനുള്ള ഏറ്റവും നല്ല മാർഗം. റെസൊല്യൂഷൻ എന്താണ്? ഈ റെസൊല്യൂഷൻ അറിയുന്നതിന് മുൻപേ നിങ്ങൾക്ക് റെസിമിക് മിക്സ്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് ആക്ച്വലി റെസിമിക് മിക്സ്ചർ? ആയിക്കോളെ, എന്താണ് ഈ റെസിമിക് മിക്സ്ചർ? ദേ ആർ ആക്ച്വലി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവുന്നത്? സിംപ്ലി നമ്മളൊരു കണ്ടെയ്നർ എടുക്കുകയാണ്, ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുന്നു, ഇതിൽ നമ്മൾ ഇനാൻഷ്യോമറിക് മിക്സ്ചർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനാൻഷ്യോമറിക് മിക്സ്ചർ നോക്കിക്കോളെ. ഇനാൻഷ്യോമറിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേരുണ്ടാവും അല്ലേ? ഒരാൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ മറ്റേ ആൾ എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. നമ്മൾ പ്ലസ് മൈനസ് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇനി വേറൊരു കാര്യം കൂടെ പറയും, ഇതിൻ്റെ കൂടെ പറയുകയാണ്, ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ എൽ, ഈ സ്മോൾ ഡിയും ഈ സ്മോൾ എല്ലുമായിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. അപ്പോൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു റിലേഷനും ഇല്ല. ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് നോമൺ ക്ലേച്ചർ ആണ്. ഇറ്റ്സ് ആക്ച്വലി നോമൺ ക്ലേച്ചർ. സ്മോൾ ഡി സ്മോൾ എല്ലും പ്ലസും മൈനസും ഇതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ റൊട്ടേഷനെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. റെസൊല്യൂഷനാണ് നമുക്ക് നടത്തേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനാൻഷ്യോമറിക് മിക്സ്ചർ എന്താണെന്നാണ്. അപ്പോൾ ഈക്വൽ എമൗണ്ടിൽ ഡിയും എല്ലും നമുക്കുണ്ടെങ്കിൽ ഒരാൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരിക്കും, ഒരാൾ എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. അതായത് ഒരാൾ +12 ലെറ്റ്സ് സേ 10 ഡിഗ്രി വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ മറ്റേ ആൾ എന്ത് ചെയ്യും? യെസ്, ലെഫ്റ്റിൽ 10 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവരെന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഈവൺ ദോ ഇവർക്ക് എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, ഇൻഡിവിജ്വലി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിലും കമ്പൈൻഡ് ആയിട്ട് നോക്കുമ്പോൾ ഇവരെന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിമിക് മിക്സ്ചർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? റെസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് റെസൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നു? ഇവരെ ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ചെയ്യുന്നു. ഇൻഡിവിജ്വലി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. സെപ്പറേറ്റ് ഫ്രം എവിടുന്ന്? റെസിമിക് മിക്സ്ചർ. റെസിമിക് മിക്സ്ചർ എങ്ങനെ ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇവരെന്തായിരിക്കും? ഒപ്റ്റിക്കലി എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസിമിക് മിക്സ്ചറിൽ നിന്ന് നമ്മൾ ഇൻഡിവിജ്വലി ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അത്രയാണ് കേട്ടോ റെസൊല്യൂഷൻ. അപ്പോൾ പല മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ബയോകെമിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം, മെക്കാനിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം, ഇതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല മാർഗം എപ്പോഴും കെമിക്കൽ മെത്തേഡ് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇവരെ നമുക്ക് സ്കെയിലബിളി ചെയ്യാം. ദി ക്യാൻ ബി സ്കെയിൽഡ് ആൻഡ് ഇറ്റ് ഈസ് വോട്ട് കോസ്റ്റ് എഫക്റ്റീവ് കൂടെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് കെമിക്കൽ മെത്തേഡാണ്. ഓക്കെ, ഓപ്ഷൻ ബി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 70. കെമിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്, ട്വിൻസ് എങ്ങനെയാണ് വരിക? കെമിക്കൽ ട്വിൻസ് കെമിക്കലി സിമിലർ പ്രോപ്പർട്ടി കാണിക്കണമെങ്കിൽ എന്തായിരിക്കണം? ഇവരുടെ സൈസ് എന്തായിരിക്കണം? അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. അപ്പോൾ സിർക്കോണിയവും ഹാഫ്നിയവും നിങ്ങൾക്കറിയാം അല്ലേ? സിർക്കോണിയം, ഹാഫ്നിയം ഇവരുടെ സൈസ് എന്താണ്? ഓൾമോസ്റ്റ് കമ്പയറബിൾ ആണ്. കാരണം എന്താ? ഇവിടെ ലന്താനം കഴിഞ്ഞിട്ട് ഇവിടെ ലാന്തനോയിഡ്സ് ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ഇവിടെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിർക്കോണിയത്തിൻ്റെയും ഹാഫ്നിയത്തിൻ്റെയും സൈസ് എന്തായിരിക്കും? ഇവിടെ സിമിലർ ആയിരിക്കും. അങ്ങനെ സൈസ് സിമിലർ ആണെങ്കിൽ ഇവരുടെ കെമിക്കൽ നേച്ചറും കെമിക്കൽ പ്രോപ്പർട്ടീസും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെമിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. റീസൺ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 71. ഒരു അറ്റോമിക് ഓർബിറ്റൽ ഇലക്ട്രോണിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പർ. ഇതാണടാ പറയുന്നത് ഒരു അറ്റോമിക് ഓർബിറ്റൽ. ഓക്കെ, 2 ഇലക്ട്രോൺ ഉണ്ട്. ലെറ്റ്സ് സേ ഇത് 2s ഓർബിറ്റൽ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇത്
1 ആണെന്ന് വിചാരിക്കുക, ഫസ്റ്റ് ഇലക്ട്രോൺ, ഇത് സെക്കൻഡ് ഇലക്ട്രോൺ. അപ്പോൾ ഇത് 1, ഇത് 2. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ എത്രയാണ്? 2 ആണ്. രണ്ടാമത്തതിൻ്റെയും പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ എത്രയാണ്? 2. എൽ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും, 0 ആയിരിക്കും. എം എൽ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി സ്പിൻ കോൺടാക്ട് നമ്പർ എത്രയായിരിക്കും? 1 + 1/2 ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കണം? -1/2 ആയിരിക്കണം. വിച്ച് മീൻസ് ഇവരെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത് എന്താണ്? യെസ്, സ്പിൻ ക്വാണ്ടം നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ 72. താഴെ പറയുന്നതിൽ ഏത് പ്രവർത്തനത്തിനാണ് എൻട്രോപ്പി കൂടുന്നത്? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ജലം ഐസ് ആകുമ്പോൾ, അപ്പോൾ ലിക്വിഡ് ടു സോളിഡ് ആണ് അല്ലേ ജലം ഐസ് ആകുമ്പോൾ. അപ്പോൾ ഇതെന്തായാലും വരത്തില്ല. റാൻഡംനെസ് എന്താവുകയാണ്? കുറയുകയാണ് ചെയ്യുന്നത്. എൻട്രോപ്പി കൂടുന്നതാണ് അല്ലേ. ഡെൽറ്റ എസ് ഡിക്രീസ് ചെയ്യാണ്. നീരാവി ജലം, അപ്പോൾ എന്താണ്? ഗ്യാസ് ടു ലിക്വിഡ്. ഇവിടെയും ഡെൽറ്റ എസ് എന്താണ്? ഡിക്രീസ് ചെയ്യപ്പെടും. ഇനി റബ്ബർ നാട വലിച്ചു നീട്ടുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ആക്ച്വലി എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. എൻട്രോപ്പി ആക്ച്വലി ഡിക്രീസസ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ വരും. ഓക്കെ, നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും. അതായത് ഇവിടെ എന്തായിരിക്കും? റാൻഡംനെസ് എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ റാൻഡംനെസ് ഡിക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അൺസ്ട്രെച്ച്ഡ് റബ്ബറിന് എൻട്രോപ്പി എന്തായിരിക്കും ഇവിടെ? ഡെൽറ്റ എസ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു സ്ട്രെച്ച്ഡ് റബ്ബർ. ഓക്കെ, യെസ്. അപ്പോൾ ഇതുമല്ല. ഇനി മുട്ട പുഴുങ്ങുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? മുട്ടയിൽ എന്തുണ്ടാവും? പ്രോട്ടീൻ ബോൺസ് ഉണ്ടാവും. ഇവിടെ ഫസ്റ്റ് എന്തുണ്ടാവും? പ്രോട്ടീൻ ബോൺസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ബോൺസ് എന്താവും? പ്രോട്ടീനിൻ്റെ ഈ ബോൺസ് ആക്ച്വലി എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? റാൻഡംനെസ് എന്ത് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മുട്ട പുഴുങ്ങുമ്പോൾ ആക്ച്വലി എന്താണ്? പ്രോട്ടീൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്യും? റാൻഡംനെസ് ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയിലെ സ്റ്റേഷനറി ഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പേപ്പർ ക്രൊമാറ്റോഗ്രാഫി. ഇസ് എ ടൈപ്പ് ഓഫ് പാർട്ടീഷ്യൻ ക്രൊമാറ്റോഗ്രാഫി. നോക്കിക്കോളെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പേപ്പർ ക്രൊമാറ്റോഗ്രാഫി ഈസ് എ ടൈപ്പ് ഓഫ് പാർട്ടീഷ്യൻ ക്രൊമാറ്റോഗ്രാഫി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പെഷ്യൽ ക്വാളിറ്റി പേപ്പർ ആണ് നമ്മൾ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ക്രൊമാറ്റോഗ്രാഫി പേപ്പർ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ ട്രാപ്ഡ് ഇൻ ഇറ്റ്. ഇവിടെ എന്തുണ്ട്? വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിച്ച് ആക്ട് ആസ് സ്റ്റേഷനറി ഫേസ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ വാട്ടർ ആണ് ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും? ദ്രാവകമായിരിക്കും അല്ലേ. നെക്സ്റ്റ് വൺ, പ്രൊപ്പിലീന് എത്തിലീനേക്കാൾ സ്ഥിരത ഉണ്ടാവാനുള്ള കാരണം. പ്രൊപ്പിലീൻ എന്താണ്? CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പിലീൻ അല്ലേ. ഇനി എത്തിലീൻ എന്തായിരിക്കും? യെസ്, വാട്ട് ഈസ് ദിസ്? എത്തിലീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ യെസ്, വി ഹാവ് ഹൈപ്പർ കോൺജുഗേഷൻ അല്ലേ. വി ഹാവ് വാട്ട്? ഹൈപ്പർ കോൺജുഗേഷൻ. നമുക്കിവിടെ എന്തുണ്ട്? യെസ്, ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവും. ഓക്കെ, ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. ഹൈപ്പർ കോൺജുഗേഷൻ ആരൊക്കെയാണ് കാണിക്കുക? കാർബോ കാറ്റയോൺസ് കാണിക്കും അല്ലേ. ഫ്രീ റാഡിക്കൽസ് കാണിക്കും. അതേപോലെ ആൽക്കീൻസ് കാണിക്കും. കാർബാനിയോൺ കാണിക്കുമോ ഹൈപ്പർ കോൺജുഗേഷൻ? ഇല്ല, കാർബാനിയോൺ ഒരിക്കലും ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കത്തില്ല. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെഷൻ, താഴെ പറയുന്നതിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ് അല്ലേ. അസ്കോർബിക് ആസിഡ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി പഠിച്ചു വെക്കുക. ഡെഫിഷ്യൻസി എന്താണ്? യെസ്, ഡെഫിഷ്യൻസി വിൽ കോസ് സ്കേവി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വിച്ച് ഇസ് ബ്ലീഡിങ് ഓഫ് ഗം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കവർ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കമൻറ്റിൽ സജസ്റ്റ് ചെയ്തോളൂ. ഞാൻ അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ,
താങ്ക് യു ഫോർ വാച്ചിങ്.